നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ദുബായിലെ സുഹൃത്തുക്കളും കോളേജ് കാലഘട്ടത്തിലെ സുഹൃത്തുക്കളും ഒന്നിച്ചിരുന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന്റെ സന്തോഷം പങ്കുവച്ചു. സതീശന്റെ KSU കാലഘട്ടത്തിലെ ഒരേ ഗ്രൂപ്പുകാരും എതിർ ഗ്രൂപ്പുകാരുമെല്ലാം ഒന്നിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നാണ് കേക്ക് മുറിച്ച് പഴയ ഓർമ്മകൾ പങ്കിട്ടത്. ദുബായിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി എൽവിസ് ചുമാറിന്റെ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. എറണാകുളം തേവര കോളേജിൽ പഠിച്ച വി ഡി സതീശന്റെ സുഹൃത്തുക്കൾക്ക് ഇത് പഴയകാല ഓർമ്മകൾ വീണ്ടെടുത്ത അപൂർവ നിമിഷം. അന്നും ഇന്നും നിലപാടുകളിൽ ഉറച്ചുനിന്ന നേതാവായിരുന്നു സതീശനെന്ന് ഷാഫി മേത്തർ പറഞ്ഞു. KSUവിൽ അന്നത്തെ സതീശന്റെ എതിർ ഗ്രൂപ്പുകാരനും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായിരുന്നു ഷാഫി മേത്തർ. വി ഡി സതീശനായിട്ട് വർഷങ്ങൾ ബന്ധമുള്ള ആളുകൾ നിങ്ങളൊക്കെ. ആ ഒരു ബന്ധം ഒന്ന് പ്രവാസികൾക്ക് വേണ്ടി ഓർപ്പെടുത്താം. എങ്ങനെയായിരുന്നു ആ കണക്ഷൻ? 85 തേവര കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേരുമ്പോഴാണ് സതീഷിനെയും സതീഷിൻ്റെ അനിയൻ അജയനെയും ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. അന്ന് KSUവിലായിരുന്നു. വളരെ തുറന്നു പറയണമെങ്കിൽ അന്ന് ഗ്രൂപ്പിൻ്റെ അതിപ്രസരമായിരുന്നു. 2 ഗ്രൂപ്പായിരുന്നു. പക്ഷേ വേറെ ഗ്രൂപ്പായിരുന്നു. സുദീപ് സതീശൻ്റെ കൂടെയും ഞാൻ സതീശൻ്റെ ഓപ്പോസിറ്റ് ഗ്രൂപ്പായിരുന്നു. പക്ഷെ അത് തന്നെയാണ് സതീശൻ എന്നുള്ള വ്യക്തിയുടെ ഇത്. പക്ഷെ സതീശൻ ഗ്രൂപ്പിന് അതീതമായി കോൺഗ്രസിനും UDF എന്താ വേണ്ടത് അതിന് മാത്രമായി മുൻഗണന നൽകിയൊരു ലീഡറായി മാറി. വെറുതെ പൊളിറ്റിക്സ് കളിച്ച് നടക്കുന്ന ഒരാളല്ലായിരുന്നു പുള്ളി. ഹി ഹാഡ് സം വിഷൻ അന്നും. അത് കഴിഞ്ഞും പുള്ളി അത് കഴിഞ്ഞാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി. അത് കഴിഞ്ഞ് പടിപടിയായിട്ടുള്ള പുള്ളിയുടെ ഉയർത്തം only because of his convictions. എങ്ങനെ കാണുന്നു ഈ മുന്നേറ്റത്തെ, ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തെ എങ്ങനെ കാണുന്നു? വളരെ ആകാംക്ഷയോട് കൂടിയിട്ട്, വളരെ ടെൻഷനോട് കൂടിയിട്ട് 2 ദിവസമായി എനിക്കറിയാവുന്ന എല്ലാ ആൾക്കാരെയും വിളിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് ന്യൂസ് വന്നപ്പോൾ എന്നെ സംബന്ധിച്ച് ഒന്നും പറയാൻ വാക്കുകളില്ലാത്ത അത്ര സന്തോഷമായി തോന്നി. വലിയ ഇടവേളയ്ക്ക് ശേഷം ആ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. എങ്ങനെ കാണുന്നു? വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഒരു കോൺഗ്രസ് പ്രവർത്തനം എന്നുള്ളവര്, UDFിൻ്റെ പ്രവർത്തനം എന്നുള്ളവര്, സതീശൻ്റെ ഒരു അനിയൻ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ വളരെയേറെ സന്തോഷിക്കുന്ന ദിവസമാണ്. കാരണം സതീശനായിട്ട് എനിക്ക് KSU കാലഘട്ടം മുതലുള്ള പരിചയമുണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഈ പ്രവാസികളെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ പ്രവാസികളുടെ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ കൺസേൺ ആണെന്ന് പറയുന്നത് കോവിഡ് കാലഘട്ടമാണ്. വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിൻ്റെതോ അല്ല കോൺഗ്രസിൻ്റെതോ UDFിൻ്റെ വിന്നല്ല, ഇത് കേരളത്തിൻ്റെ വിന്നാണ്. വി ഡി സതീശനായി സുഹൃത്തുക്കൾ കേക്ക് മുറിച്ച് ഓർമ്മകൾ പങ്കുവച്ച ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനും അതിഥിയായി എത്തി. ഇനി മുഖ്യമന്ത്രിയായി ദുബായിലേക്ക് എത്തുന്ന വി ഡി സതീശനെ കാത്തിരിക്കുന്നത് പ്രവാസികൾക്കൊപ്പം ഈ പഴയകാല സുഹൃത്തുക്കൾ കൂടിയാണ്. ക്യാമറമാൻ ധനീഷിനൊപ്പം എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.